എന്താ ലോനപ്പെട്ട ഈ സമയത്ത്? അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറച്ചില്ല. ആകെ ഒരു പരവേശം. ആ, എല്ലാരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി പ്രത്യേകമായിട്ട് ആരോടൊന്നും പറയണ്ടല്ലോ. ലോനപ്പെട്ട, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പണം ഉടനെ ശരിയാക്കി തരാം. എങ്ങനെ? അതിനൊരു ഉത്തരം നിങ്ങൾ എനിക്ക് താ. ഇങ്ങനെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ മക്കളെ. 5 ലക്ഷം രൂപ ഈ കൊച്ചെനിക്ക് തന്നു. അതുകൊണ്ട് മനസ്സമ്മതത്തിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു. കുറെ കടവുമായി. എന്റെ മുന്നിലും വേറെ ഒരു വഴിയുമില്ലാഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. ഞായറാഴ്ച എന്റെ കൊച്ചിന്റെ മിന്നുകെട്ട. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാരണം മനസ്സമ്മതത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണം അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കല്യാണത്തിന് മുമ്പെങ്കിലും എനിക്ക് ആ പണം കൊടുക്കണം. ഞങ്ങളുടെ അവസ്ഥ ലോനപ്പേട്ടനെ അറിയാലോ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ 5 ലക്ഷം ഇവള് ലോനപ്പേട്ടനെ തന്നു. അതുകൊണ്ടൊന്നും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ബാക്കി പണം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെങ്കിലും തരും. അതെങ്ങനെയാണെന്നൊന്നും ഇപ്പൊ ഞങ്ങളോട് ചോദിക്കരുത്. തരാനൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ലോനപ്പേട്ടനെ ഞങ്ങൾ ചതിക്കത്തില്ല. ഇത് വിശ്വസിച്ച് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? ഇവിടെ നിന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോനപ്പെട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. കല്യാണ തലേന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഞങ്ങൾ പണമായിട്ട് വരും. ഉറപ്പാണല്ലോ അല്ലേ? ഇതുപോലെ ഒരുപാട് ഉറപ്പ് എന്നോട് നേരത്തെ പറഞ്ഞതാ. അതൊന്നും നടന്നില്ല. 2 ദിവസം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ഇത്രയും നാൾ മുന്നിലുണ്ടായിരുന്നിട്ടൊന്നും ആയില്ല. പിന്നെയാണോ ഇനി 2 ദിവസം? ഇങ്ങനെ നിരാശപ്പെടല്ലേ. നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് ഇപ്പം ഞാൻ പോവുക. കല്യാണത്തലേന്ന് വൈകിട്ട് 4 മണി വരെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കും. അന്നാ ഞാൻ ചെക്കൻ കൂട്ടർക്ക് പൈസ കൊടുക്കാമെന്ന് അവസാനമായി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കാക്കില്ല. എന്ത് ചെയ്യണമെന്ന് ഞാനും എന്റെ കുടുംബവും ഒരു തീരുമാനമെടുക്കും.